മൂന്നാറിൽ നിന്നും 5 കിലോമീറ്റർ മാറി NH സൈഡിലായിട്ട് 1 ഏക്കർ 15 സെൻറ്റ് എല്ലപ്പട്ടയ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. 1987 പട്ടയമാണ്. NH സൈഡിലാണ് പ്ലോട്ട് വരിക. ആദായം എന്ന് പറയുമ്പോൾ ഏലം കാപ്പിയൊക്കെയാണ്. വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കുന്ന തോട്ടമാണിത്. നമുക്ക് ഈ അതായത് നമുക്ക് ഈ അതിര് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ പ്ലോട്ടിൻ്റെ ഏകദേശം ഒരു അതിര് NH എന്നുള്ള ഈ സൂം ചെയ്ത് കൊടുത്ത് ഈ കാണുന്ന മരമില്ല, വൈറ്റ് മരം. ആ മരം അവിടുന്ന് ഇങ്ങനെ താഴെ കാണുന്ന ആ ലൈനായിട്ട് പോകുന്ന ആ വൈറ്റ് മരം അതിനോട് ചേർന്നിട്ടാണ് ഇങ്ങനെ പ്ലോട്ട് മേലേക്ക് പോകുന്നത്. അങ്ങനെ മുകളിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പ്ലോട്ട് പോകുന്നത് ചുറ്റും പുറവും അതിര് ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പ്ലോട്ടിൻ്റെ. പിന്നെ വഴി എന്ന് പറയുമ്പോൾ ഒരു 10-15 മീറ്ററോളം നടപ്പ് വഴിയാണ്. റോഡ് ആക്സസ് ഉണ്ട്. കാരണം അത് യൂസ് ചെയ്യാത്തതിൻ്റെ കേസ് ഉപയോഗിക്കാണ്ട് കിടന്ന് ഇതായേക്കുന്നതാണ്, കാട് പിടിച്ച് കിടക്കുന്നതാണ്. പിന്നെ ഈ കിടക്കുന്ന മണ്ണെടുത്ത് ഇട്ടേക്കുന്നത് വേറൊന്നുമല്ല, ആരും ട്രോളാണ്ടിരിക്കാനാണ്. ഈ ഉരുൾ പൊട്ടിയതോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. അത് NHൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് മണ്ണടിച്ചേക്കുന്നതാണ് ആ പ്ലോട്ട് റോഡ് സൈഡിലായിട്ട്. അല്ലെങ്കിൽ ട്രോള് മഴയായിരിക്കും കമൻറ്റ് ബോക്സ് മൊത്തം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ നടുക്കിക്കൂടി നമുക്കൊരു അരുവി കാര്യങ്ങളും വരുന്നുണ്ട്. പ്ലോട്ടിൻ്റെ നടുക്കിക്കൂടിയല്ല, ഒരു സൈഡിൽ കൂടിയാണ് അരുവി വരിക. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏകദേശം അതിരും കാര്യങ്ങളും. ആ വൈറ്റ് മരം അതായത് NHൻ്റെ തള്ള് കഴിഞ്ഞിട്ടുള്ളൊരു വൈറ്റ് മരം കാണുന്നത്, അതാണെങ്കിൽ നമുക്ക് അതിരായിട്ട് ബൗണ്ടറി വരിക. അതിങ്ങനെ മേപ്പോട്ടും പിന്നെ മോൾ ഭാഗത്തും അതിൻ്റെ അതിര് കാണിച്ച് സ്ക്വയർ ആയിട്ടുള്ള അതിര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിര് കാണിച്ചു തരുന്നത്. പിന്നെ ഇതിനകത്ത് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുമ്പോൾ പെർ സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിളാണ്. വിലയിൽ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നതുമാണ്. പിന്നെ 2-ാം മൈലെന്ന് പറയുമ്പോൾ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ ചിത്രപുരത്തിന് തിരികെയല്ലേ, ആ ലെഫ്റ്റ് ചിത്രപുരം സ്ട്രെയിറ്റ് കല്ലാറ് ആ വഴി വരുന്നതാണ് നമുക്ക് ഈ പ്ലോട്ടിലോട്ട് വന്ന് കയറുന്നത്. നമ്മുടെ ഈ പ്ലോട്ടിലോട്ട് വന്ന് കയറുന്നത് 2-ാം മൈൽ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഇത് ഒരു അരുവി ഉണ്ടെന്ന് പറഞ്ഞാൽ, അതാണ് ആ അരുവി. ആ അരുവി അതിനടി ഒരു ടണൽ പോലെ ഉണ്ട്. അതിനടിയിൽ കൂടി വെള്ളം വന്ന് നമ്മുടെ പ്ലോട്ടിലോട്ട് ചെല്ലും. പ്ലോട്ട് ഫുള്ളായിട്ടല്ല, പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ അരുവി പോലെ വെള്ളം പോകുന്നതും. പിന്നെ നമുക്ക് മോൾ ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് കണ്ടിട്ട് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇത് വലിയ കുഴിയെ കാണുമ്പോൾ ഒരു ഭീകര അന്തരീക്ഷം പോലെയൊക്കെ തോന്നും. വലിയ കൊക്കോയോ കുഴിയോ അങ്ങനെ ഇതൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, ചെറിയൊരു ഫ്ലോപ്പ് പോലെയാണ്. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമാകും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ട് അത്യാവശ്യം. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. നിങ്ങളൊന്ന് സഹകരിക്കണം. കാരണം നമുക്ക് കുറച്ചും കൂടി വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. വ്യൂ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വെറുതെ കണ്ടുപോവുകയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് റെഡിയാക്കുകയാണെങ്കിൽ നമുക്കും ഒരു ഇതാവും, വീഡിയോ ചെയ്യാനും ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന റോഡിൻ്റെ ഈ മണ്ണുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഉരുൾപൊട്ടി വന്നതുപോലെയൊക്കെ തോന്നും. പക്ഷെ അല്ല കേട്ടോ, സൈഡിൽ നിന്നുള്ള മണ്ണെല്ലാം എടുത്ത് റോഡിൻ്റെ ആ വിഡ്ത്തിലോട്ടിട്ട് ഒന്ന് ലെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് റോഡിന് വീതി കൂട്ടുന്നൊരു പരിവമാണ് ഇത്. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചേട്ടാ മൊത്തം ഉരുൾപൊട്ടിയ സ്ഥലമാണോ വിൽക്കുന്നതെന്നുള്ള ചോദ്യം വരും. ഷുവാക്കാൻ ഞാൻ എടുത്തെടുത്ത് പറയുന്നതേ ഉള്ളൂ. പിന്നെ ആ ഓട്ടോ കിടക്കുന്നോട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. പിന്നെ താഴ്ഭാഗത്തും പാർക്ക് ചെയ്യാം. ഈ കയ്യാലയുടെ തൊട്ട് താഴെ ഒരു ചെറിയ മരം കണ്ടില്ലേ, ഈ മരം, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആ മരത്തിനോട് ചേർന്നിട്ടാണ് നമുക്ക് ബൗണ്ടറി വരിക. പിന്നെ ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ നമ്മുടെ പറമ്പിൻ്റെ അതിനോട് തന്നെ ചേർന്ന് റോഡ് സൈഡിൽ തന്നെ ഇപ്പം അവിടെ നിന്ന് വലിക്കാവുന്നതേ ഉള്ളൂ ഇലക്ട്രിസിറ്റി. അതായത് കൊച്ചി ധനുഷ്കോടി മെയിൻ ദേശീയപാതയാണിത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത സൈഡിൽ തന്നെയാണ് നമുക്ക് പ്ലോട്ട് വരുന്നതും. പിന്നെ വിലയിൽ നമുക്ക് എന്തെങ്കിലും നെഗോസിയേഷനൊക്കെ ചെയ്യാവുന്നതാണ്. ഇന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചെയ്തു തരാവുന്ന. പിന്നെ ലോണും കാര്യങ്ങളും പ്രോപ്പർട്ടിക്ക് കിട്ടുന്നതും കൂടിയാണ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇതങ്ങ് നീളെ വരെ റോഡ് അവർ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇട്ടേക്കുന്ന മണ്ണുകളാണിത്.
പിന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടീനെ കുറിച്ചും മറ്റ് ഡീറ്റെയിൽസും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന 7025442566 70 25 45 45 66 എന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ ചെയ്തു തരുന്നതാണ്. പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. എടുത്തെടുത്ത് പറയുവാണ്, സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.